സാർ, കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കെല്ലാം ഇത്രയും ഒരു ശക്തി പകർന്നത്. അപ്പം ഇസ്രയേൽ സ്വാഭാവികമായിട്ടും പലസ്തീനിലുള്ള ഹമാസിനെ അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ഹിസ്ബുള്ള വരുന്നു. അപ്പോൾ നേരെ ലെബനനിൽ പോയി ഹിസ്ബുള്ളയെ അടിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഹൂത്തികൾ രംഗത്ത് വരുന്നു, അവർക്കെതിരെ വരുന്നു. അപ്പോൾ ഇസ്രയേൽ ഒരിടത്ത് മാത്രം ശ്രദ്ധ ഊന്നാതെ ഇങ്ങനെ പരന്ന് യുദ്ധതന്ത്രത്തിലേക്ക് പോകുന്നത് അവരുടെ ഒരു മണ്ടത്തരമാണോ? ഇത് സാധാരണഗതിയിൽ ഈ പട്ടാള പണ്ഡിതന്മാർ ഇത്തരം സംഭവങ്ങളെ പറ്റിയിട്ടുള്ള ആളുകൾ മണ്ടത്തരമാണെന്നാണ് പറയാറ്. കാരണം പല മുന്നണികളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് ഗാസ, മറ്റേത് ലെബനനിലെ ഹിസ്ബുല്ല, പിന്നെ ഇറാൻ, ഹൂത്തികൾ, ഇങ്ങനെ പലരോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക ഒരേ ഘട്ടത്തിൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിന് വലിയ ഉദാഹരണങ്ങൾ 2ാം ലോക യുദ്ധകാലത്തും ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഈ മറ്റേ ബ്രിട്ടനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാസി ജർമ്മനി, ഹിറ്റ്ലർ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തന്നെ കേന്ദ്രീകരിക്കേണ്ടതിന് പകരം റഷ്യയെ ആക്രമിച്ചു. അതോടുകൂടി ജർമ്മനിയുടെ നാശം ഏതാണ്ട് ഉറപ്പായി. ജർമ്മനിയുടെ കൂടെ സഖ്യത്തിലായിരുന്നു അന്ന് ജപ്പാൻ. അപ്പോൾ ജപ്പാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഷ്യയിലെ യുദ്ധത്തിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന ജപ്പാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരാവശ്യമില്ലാതെ പേൾ ഹാർബർ അമേരിക്കയുടെ ആക്രമിച്ചു. അങ്ങനെ ഇത് രണ്ടും പല മുന്നണികളിൽ യുദ്ധം ചെയ്യാൻ പോയത് അവരുടെ പരാജയത്തിന് കാരണമായി എന്നുള്ള വിലയിരുത്തൽ യുദ്ധചരിത്രങ്ങളിൽ നിന്നുണ്ട്. പക്ഷെ എനിക്കിതിലൊരു വ്യത്യാസം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രയേൽ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഇസ്രയേൽ ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക. ഇപ്പോൾ നമ്മൾ പൊതുവെ ആളുകളുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഈ മിസൈല് ഇറാൻ മറ്റേ 150 എണ്ണം അയച്ചല്ലോ, ഇത് മുഴുവൻ മറ്റേ അയൺ ഡോം കൊണ്ട് അതിന് കാര്യമില്ല. ആരോ പിന്നെ ഡേവിഡ് സ്ലിംഗ്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിത് ആദ്യം ഡേവിഡ് സ്ലിംഗ് എന്ന് ആദ്യം പറഞ്ഞത്. നമ്മളാണ് ചർച്ചയിൽ ഏതൊക്കെ മിസൈൽ എന്നൊക്കെ പറഞ്ഞത് മലയാളത്തിൽ തന്നെ. പക്ഷെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എബ്രഹാംസ്, കാരണം എബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഈ മതങ്ങളൊക്കെ, അങ്ങനെ വന്നുപോയി. അത് തെറ്റായിരുന്നു, അത് തിരുത്തുന്നു. ഡേവിഡ് സ്ലിംഗ് അത് ആരോ 23 ആരോ എന്ന് പറയുന്നത് സംയുക്തമായിട്ട് ഇസ്രയേലും അമേരിക്കയും കൂടി ഡെവലപ്പ് ചെയ്ത, അതൊക്കെ കൊണ്ടാണ് തടഞ്ഞത്. പക്ഷേ അത് ഇസ്രയേൽ മാത്രമല്ല തടഞ്ഞത്. ഇറാൻ അത് മിസൈൽ അയക്കുമ്പോൾ അത് തടഞ്ഞ കൂട്ടത്തിൽ അമേരിക്കയുണ്ട്, ജോർദാനും ഉണ്ട്. അവർ തടഞ്ഞ് ഇത് പുറപ്പെട്ടപ്പോൾ തടഞ്ഞതിന് ശേഷമുള്ള ബാക്കി അതാണ് ഈ 180 എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ജോർദാൻ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ചിലതൊക്കെ തട്ടിക്കളഞ്ഞു, അങ്ങനെ ആണല്ലോ. അതങ്ങനെയാണല്ലോ പറയേണ്ടത്. ഞാൻ ആകെ പറഞ്ഞത് ഈ അമേരിക്കയും ജോർദാനും ആ കൂട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അമേരിക്ക എല്ലാ അർത്ഥത്തിലും ഈ കാര്യത്തിൽ ഇസ്രയേലിന്റെ കൂടെ ഉണ്ട്. ഇസ്രയേൽ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു ഇതോ ആക്രമണം മറ്റേ ഒറ്റപ്പെട്ട ഒരു യുദ്ധമായിട്ട് ഇത് കരുതേണ്ടതില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 7-ാം തീയതി എന്തൊക്കെ സംഭവിച്ചാലും കൊള്ളാം. ഈ 7-ാം തീയതി ഇനിയും സമയമുണ്ട്. പക്ഷേ ഇവര് വടക്കൻ ഗാസയിലേക്ക് കൂടി ഇസ്രയേൽ മറ്റേ ആക്രമണം നീട്ടിയിട്ടുണ്ട്. രൂക്ഷമായ ആക്രമണമാണ് ചെയ്തത്. ഇസ്രയേൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ അൽ അക്സ മാർട്ടിർസ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ രക്തസാക്ഷികൾ എന്ന് പറയുമല്ലോ, മണ്ഡപം അല്ലേ, രക്തസാക്ഷി മണ്ഡപം എന്നൊക്കെ പറയുന്നത്. അൽ അക്സ മോസ്ക് തന്നെ, പള്ളി തന്നെ. പക്ഷെ ഈ രക്തസാക്ഷികളുടെ പേര് ശുഹദാക്കൾ എന്ന് പറയുമല്ലോ, ഷാഹിദുകളുടെ പേരിലുള്ള അൽ അക്സ ഷാഹിദ് മോസ്ക് എന്ന് പറയാം. അത് മധ്യ ഗാസയിൽ അത് കഴിഞ്ഞ ദിവസം ആക്രമിച്ചിട്ട് 26 പലസ്തീൻകാര് കൊല്ലപ്പെട്ടു. അപ്പോ ഈ അലക്സ പള്ളിയും പരിസരമൊക്കെ അത് ജെറുസലേമിലൊക്കെയുള്ള പ്രധാനപ്പെട്ട പള്ളിയാണ്. ആ അലക്സ ഇതല്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാർട്ടിർസ് മോസ്ക് എന്ന് ഉള്ളത്. അത് കുറച്ച് പ്രശ്നമുള്ളൊരു സംഗതിയാണ്. അതൊക്കെ ആക്രമിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കത്തുന്ന പരിപാടിയാണ്. ഇതിന്റെ പേരും അൽ അക്സ. പക്ഷെ അൽ അക്സ മാർട്ടിർസ് മോസ്ക്
എന്നാണ് മുഴുവൻ പേര്. അലക്സ ശുഹദാക്കളുടെ മോസ്ക് എന്ന് പറയാം, ഷാഹിദ് മോസ്ക്. അത് 26 പേര് കൊല്ലപ്പെട്ടു. ഈ മോസ്കിനോട് ചേർന്ന് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ആ മോസ്കിലും സ്കൂളിലും അഭയാർത്ഥികൾ, ഈ വീടൊക്കെ പലായനം ചെയ്തു വന്നവര്, മറ്റേ ഗാസയുടെ മറ്റേ വശത്ത് നിന്ന് തെക്ക് നിന്ന് പലായനം ചെയ്തു വന്നവര് താമസിച്ചിരുന്നാണ് ഈ മോസ്ക് സ്കൂളൊക്കെ. അത് രണ്ടും അതെ ആക്രമിച്ചു. ഇത് ധേർ എൽ ബല എന്ന് പറഞ്ഞ നഗരത്തിലാണ് ഈ ആശുപത്രിയും മോസ്കും ഉണ്ടായിരുന്നത്, ധേർ എൽ ബല. അതുപോലെ തന്നെ ഇവർ പിന്നീട് ഇസ്രയേൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോസ്ക് ഈ പലസ്തീൻ ഹമാസിൻ്റെ കൺട്രോൾ സെൻ്ററായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം ലെബനനിലും കൺട്രോൾ സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരെണ്ണം തകർത്തതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ ഇവർ വടക്കൻ ഗാസയിൽ ജബലിയയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ 1948 യുദ്ധം മുതലുള്ള അഭയാർത്ഥി ക്യാമ്പ് ഉള്ള സ്ഥലമാണ് ജബലിയ, വടക്കൻ ഗാസയിൽ. ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ധാരാളം പേരുണ്ട്. പല ഈ ഹമാസിൻ്റെ നേതാക്കളൊക്കെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അവരൊക്കെ ജനിച്ചിട്ടുള്ളത് തന്നെ. ഈ ആഹിയ സിൻവർ ഒക്കെ ക്യാമ്പിലാണ് ജനിച്ചത്. അപ്പോൾ ജബലിയയിൽ ആക്രമണം നടന്നു. അവിടെ ഈ ഒഴിഞ്ഞു പോകണം, വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രയേൽ ജനങ്ങളോട് പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ ആക്രമിക്കും, നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന്. പക്ഷെ 3 ലക്ഷം പേര് അവിടെ ഈ അഭയാർത്ഥി ക്യാമ്പിലും മറ്റുമായിട്ട് തുടർന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അതാണ് ഈ 26 പേര് ആക്രമണത്തിൽ കൊല്ലപ്പെടാനുള്ള കാര്യം. മോസ്ക് ആക്രമിച്ചതിന് കാരണമായിട്ട് പറയുന്നത് കമാൻഡ് സെൻ്ററായിട്ട്, ഹമാസിൻ്റെ കമാൻഡ് സെൻ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സാർ, ഈ ജബലിയിലേക്ക് തന്നെ കര വ്യോമ സേനകൾ ഇങ്ങനെ പതുക്കെ കയറി വരുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്ത് വരുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ അവിടെ കയറി ഇനി അത് ഞങ്ങൾ തീർത്തിട്ടേ ഞങ്ങൾ നിർത്തുള്ളൂ എന്നുള്ളൊരു സന്ദേശം തന്നെ പറയുക. എന്താണെന്ന് വെച്ചാൽ ഈ തെക്കൻ ലെബനനിലെ ആക്രമണങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിന് കാരണമായിട്ട് പറഞ്ഞത് ഇസ്രയേലിൻ്റെ വടക്കൻ പ്രദേശത്ത് നിന്ന് 60,000 പേര് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം കാരണം അവിടെ നിന്ന് പലായനം ചെയ്തവരുണ്ട്, ഇസ്രയേലുകാർ. ആ 60,000 പേര് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തെക്കൻ ലെബനനിലെ ഈ അതിർത്തി പ്രദേശം ഒഴിപ്പിച്ച് ശരിയാക്കി എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. പുനരധിവസിപ്പിക്കുകയാണല്ലേ ലക്ഷ്യം, പോയ ഇസ്രയേലുകാരെ തിരിച്ചു കൊണ്ടുവരിക. അതെ. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചാൽ വടക്കൻ ലെബനനിൽ ആക്രമണം നടത്തുന്നു, തെക്കൻ ലെബനനിൽ മാത്രമല്ല. അപ്പോൾ ലെബനൻ പൊതുവെ അത്യാവശ്യം ഒഴിപ്പിക്കാനുള്ള ശ്രമം. ഈ ഗാസ, വെസ്റ്റ് ബാങ്കിൽ ആക്രമണമുണ്ട്. ഈ മുമ്പത്തെ വാറിൽ സിറിയയിൽ നിന്ന് പിടിച്ചതാണ് ഈ ഗോലാൻ കുന്നുകളിലും ഉണ്ട്. അപ്പോൾ ഈ ഇസ്രയേലിന്റെ വിസ്തൃതി കൂടി വരുമല്ലോ. അതാണ് അവരുടെ ഉദ്ദേശം. ഈ സെന്റിനറി ശതാബ്ദി ആഘോഷിക്കുമല്ലോ 2048. ആ സമയത്ത് ഇവിടെയൊക്കെ ജൂതന്മാരുണ്ടാകണം എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. അപ്പോൾ ഒരു വിശാല രാജ്യമായി മാറാൻ, ഒരു വിശാല രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ ഒരു കമാൻഡർ ഭാര്യ 2 പെൺമക്കള് അത് കൊല്ലപ്പെട്ടത് വടക്കൻ ലെബനനിലാണ് ഈ ആക്രമണത്തിൽ. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പം എന്താന്ന് വെച്ചാൽ ഈ ഹമാസ്, മറ്റേ ഹിസ്ബുള്ള പിന്നെ ഇസ്രയേലിൻ്റെ വടക്ക് ഹൈഫ എന്ന് പറഞ്ഞ തുറമുഖ നഗരം ആക്രമിച്ചിട്ടുണ്ട്. അത് വാർത്തകളിൽ അധികം ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ അല്ലല്ലോ ആക്രമിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള വടക്കൻ തുറമുഖ നഗരമായ ഹൈഫയിലേക്ക് മിസൈൽ അയച്ചിട്ടുണ്ട്. അതായത് 3 തവണയായി അവിടെ ഒരു വ്യോമതാവളം കഴിഞ്ഞ ഒരു ദിവസത്തിൻ്റെ ഇടയ്ക്ക് ആക്രമിക്കുന്നു. ഒരു ദിവസത്തിൻ്റെ ഇടയ്ക്ക് 3 തവണ. അത് ഫാദി 1 റോക്കറ്റുകളാണ് അയച്ചിരിക്കുന്നത്. ഫാദി 1 കാർമൽ എന്ന് പറയുന്ന വ്യോമതാവളമാണ് ആക്രമിച്ചത്. അത് അങ്ങനെ കാര്യമായിട്ട് തടുക്കാൻ കഴിഞ്ഞിട്ടില്ല
മിസൈൽ വേദ സംവിധാനം പ്രവർത്തിച്ചില്ല. ഇസ്രയേലിന് പരാജയപ്പെട്ടു. അത് അവർ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈഫയ്ക്ക് തെക്ക് ആണ് ഈ കാർമൽ വ്യോമത്താവളം. ലെബനനിൽ നിന്ന് ഈ വടക്കൻ ഇസ്രയേലിലേക്ക് 120 റോക്കറ്റുകൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. 5 പേർക്ക് പരിക്ക് പറ്റിയതായിട്ട് പറയുന്നു. 5 റോക്കറ്റുകൾ തടയാനായില്ല എന്നാണ്, ഇത്രയും റോക്കറ്റുകളിൽ 5 എണ്ണം തടയാനായില്ല എന്നാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇത് അപ്പർ ഗലീലിയിലേക്കും ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചതായിട്ട് വാർത്തകളിൽ കാണുന്നുണ്ട്. ഈ കാർമൽ ബേസിന് പുറമെ നിമ്ര എന്ന് പറഞ്ഞ വ്യോമത്താവളവും ആക്രമിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള. അത് വടക്കൻ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട വ്യോമത്താവളം, വിസ്തൃതമായ വ്യോമത്താവളമാണ് നിമ്ര. ടൈബീരിയാസിന് പടിഞ്ഞാറാണത്. 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടുത്തെ സ്കൂളുകൾ മുഴുവൻ അടച്ചു, എന്നിട്ട് ഓൺലൈൻ ക്ലാസ്സുകളാക്കി. അപ്പോൾ ഹൈഫ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്, തുറമുഖ നഗരം. ഹൈഫയിൽ ഒരു ഇന്ത്യൻ ഭടന്മാരുടെ ഒരു യുദ്ധസ്മാരകമുണ്ട്. മുമ്പത്തെ ലോകയുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പട്ടാളക്കാരുടെ ഒരു സ്മാരകമുണ്ട്. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് ഞാൻ പോയത് നമ്മുടെ ജസ്വന്ത് സിംഗ് BJP വിദേശകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അദ്ദേഹം നേരത്തെ പട്ടാളത്തിലുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇത് കാണണം എന്ന് ആവശ്യപ്പെട്ടു. ടെലവീവ്, ജെറുസലേമിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഹൈഫയിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ് അത് കാണാൻ പറ്റിയത് ഹൈഫയിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹൂത്തികൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നുണ്ട്. അതാണ് ഈ ഇസ്രയേൽ എപ്പോഴും ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നത്. 1 ഡസൻ ടാർഗറ്റുകൾ ഹൂത്തികളുടേത് കരയിൽ നിന്നും കടലിൽ നിന്നും അമേരിക്ക ആക്രമിച്ചിരുന്നു. ഈ വിമാനവേദ സംവിധാനങ്ങൾ, മിസൈൽ വേദ സംവിധാനങ്ങൾ, ഹൂത്തികളുടെ താവളങ്ങൾ, വ്യോമത്താവളങ്ങൾ, ഉപകരണങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. 5 മേഖലകളിലായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത്. ഹൊദൈദ എന്ന് പറഞ്ഞ താവളം, ഹൊദൈദ എന്ന് പറഞ്ഞ എയർപോർട്ട്, പിന്നെ തുറമുഖ നഗരമാണ്. അവിടുത്തെ എയർപോർട്ട്, വിമാനത്താവളവും ആക്രമിച്ചിട്ടുണ്ട്. 7 ബോംബ് അവിടെ പൊട്ടിയതായിട്ട് മറ്റേ ഹൂത്തികൾ തന്നെ പറയുന്നുണ്ട്. പിന്നെ ധാമർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 2 ബോംബാക്രമണങ്ങളുണ്ടായി. ബെയ്ദയിൽ 3 വ്യോമാക്രമണങ്ങളുണ്ടായി ഹൂത്തികൾക്ക് നേരെ. അമേരിക്കയുടെ ഒരു പട്ടാള ഡ്രോൺ ഹൂത്തികൾ വെടിവെച്ചിട്ടു അമേരിക്കയുടെ കഴിഞ്ഞ ആഴ്ച. 1/2 ഡസൻ ബാലിസ്റ്റിക് മിസൈൽസ്, പിന്നെ ആൻറ്റി ഷിപ്പ്, അതായത് ക്രൂസ് മിസൈലുകൾ, കപ്പൽ ഭേദ മിസൈലുകൾ, പിന്നെ 2 ഡ്രോണുകൾ. ഇതെല്ലാം ഈ 3 അമേരിക്കൻ കപ്പലുകളിൽ നിന്ന് തൊടുത്തുവിട്ടതായിട്ട് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അത് ബാബ് എൽ മന്ദബ് ഉൾക്കടലിൽ കൂടിയാണ് ഈ മിസൈലുകൾ പാഞ്ഞത് എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇവയൊക്കെ ഈ നേവി ഡിസ്ട്രോയേഴ്സ് പിന്നെ നശിപ്പിച്ചതായിട്ട് ഹൂത്തികൾ പറയുന്നുണ്ട്. ഇതൊക്കെ നശിപ്പിച്ചതായിട്ട് ഹൂത്തികൾ ഇതുവരെ 80 കച്ചവട കപ്പലുകളെ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം കച്ചവട കപ്പലുകളെ ആക്രമിച്ചിട്ടുണ്ട്. 1 കപ്പൽ പിടിക്കുകയും ചെയ്തു, 2 എണ്ണം മുക്കി. ഈ 4 സെയിലേഴ്സിനെ കൊല്ലുകയും ചെയ്തു, നാവികരെ കൊന്നു. ചെങ്കടലിൽ ഈ ചെങ്കടലിൽ കൂടി പോകുന്ന കപ്പലുകളെ ഇസ്രയേലുമായി ബന്ധമില്ലാത്തതുമൊക്കെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ചെങ്കടലിൽ അമേരിക്കൻ ഇസ്രയേൽ സഖ്യം തീവ്രമാക്കിയിട്ടുണ്ട് ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ. ഇസ്രയേൽ, അമേരിക്ക, UK ഇവയൊക്കെ അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബന്ധമില്ലാത്തവയും ഹൂത്തി ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ചില കപ്പലുകൾ ഇറാനിലേക്ക്
ഉള്ളതാണ്. ഇതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുദ്ധരംഗത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ചകൾ തന്നെ സംഭവിക്കുമെന്ന് തന്നെ കരുതേണ്ടി വരും. ആ യുദ്ധം അടുത്തൊന്നും തീരുന്ന, കാരണം ആർക്കും വെടിനിർത്തലിൽ താല്പര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വീട്ടുക എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊക്കെ തള്ളിക്കളയുകയും ചെയ്തതാണ് ഇസ്രായേൽ. നെതന്യാഹു അതൊക്കെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.